ഹലോ ഹായ്. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വെയിറ്റ് ലോസിൻ്റെ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പം എനിക്കൊരു കാര്യം നിർബന്ധമുണ്ട്. കാരണം ചിലരാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് പണ്ട് 2-3 മാസം നന്നായിട്ട് പട്ടിണി കിടക്കും, പിന്നെ തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടും. അതല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു ലൈഫ് സ്റ്റൈലാണ് എനിക്ക് വേണ്ടത്. അപ്പം അങ്ങനെയൊക്കെയല്ല, ഞാൻ ഫുഡിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി. അതിനുശേഷം ഞാൻ പുറത്തൊരു സാധനം വാങ്ങാൻ പോവാണ്. അപ്പം പിള്ളേരങ്ങളുടെയും കൂട്ടി അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അന്നേരം കേട്ടോ ഞങ്ങൾ ഇത് നെസ്റ്റോയിൽ ഒരു സ്ഥലത്ത്, നെസ്റ്റോയിൽ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഞങ്ങൾ കുറച്ച് നാളായി ജീവനുള്ള ഒരു പൂച്ചേനെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സാധനം വാങ്ങാതെ തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ അവരത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷൂ എടുക്കണം. ഷൂ എടുക്കാനായിട്ട് ഞാൻ 1-2 ഷൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഈ ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഓഫറിൽ കിടക്കുന്നതാണ്. എനിക്ക് ഒരുപാട് വില കൂടിയതൊന്നും വേണ്ട. ഇതാണ് ഞാൻ ചൂസ് ചെയ്ത്. അപ്പോൾ ഹസ്ബൻഡ് ഇച്ചിരി കൂടെ വില കൂടിയൊരു ഷൂ എടുത്തു. ഞാൻ വിചാരിച്ചു പലപ്പോഴും ഇങ്ങനെ ഷൂസ് വാങ്ങിയിട്ട് അതെല്ലാം ഷൂറാക്കി തന്നെ ഇരിക്കുന്നുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ അത് അനിയത്തി എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിൽ പവർ എന്നുള്ളത് നമ്മൾ എത്രത്തോളം വില കൂടിയ സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളതിലല്ല, നമ്മൾ എത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വില കുറഞ്ഞ ഷൂ എടുത്തു. കാരണം നമ്മുടെ എന്താ പറയുന്നത്, ഈ മോട്ടിവേഷൻ, ഈ സെൽഫ് മോട്ടിവേഷൻ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഷൂ ഒക്കെ എടുത്തിട്ട് വന്നു. ഷൂ ഒക്കെ എടുത്തിട്ട് ആണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. ഇത് എന്താ പറയുന്നത്, നമുക്ക് നമ്മളെ സന്തോഷത്തോടെ എപ്പോഴും കാണാം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അല്ലേ? നമ്മളെ എപ്പോഴും നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഞങ്ങൾ കുറച്ച് കുട്ടികൾക്ക് എന്താ പറയുന്നത്, സ്കൂളിലേക്ക് വാങ്ങേണ്ട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, ഈ കാണാൻ രസമുള്ള സാധനങ്ങൾ. ഇത് കണ്ടോ, ഇത് ഒരു ഇറേസറാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിലെങ്കിൽ ഈ ഇറേസർ വാങ്ങാം എന്ന് വിചാരിച്ചു. കാരണം എനിക്കും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇറേസറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിള്ളേർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതൊക്കെ എൻ്റെ പിള്ളേർ വ്ലോഗ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.